ഇപ്പൊ മടവൂർ വിഭാഗവുമായുള്ള തർക്കത്തിൽ അന്ന് അവരുടെ ദഅവത്തിന്റെ മനഹജ് എന്താ? അവര് പറഞ്ഞു ദഅവത്തിന് നമ്മള് ആളുകളുടെ തൃപ്തി നേടിയ ശേഷമാണ് തൗഹീദ് പറയേണ്ടത്. ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മളൊരു ആശുപത്രി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടാക്കുക, അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഒരു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ആളുകളൊക്കെ അത് കയ്യിലെടുത്തതിന് ശേഷം പിന്നെ തൗഹീദ് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് അങ്ങനെ കൊടുത്താൽ മദീന. നമ്മളിങ്ങനെ പാലം പണി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നമ്മൾ വിസ്ഡം ഗ്രൂപ്പുകാർ എത്തിയത് കൊടുക്കാം. വിസ്ഡം ഗ്രൂപ്പുകാർ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ വിസ്ഡം ഗ്രൂപ്പിന്റെ ഒന്നാമത്തെ പരിപാടിയിൽ കൊടുത്തിരിക്കുന്നതോ അതേ സംഗതികളാണ്. പരിസ്ഥിതി സംരക്ഷണം അടക്കം നമുക്കതിൽ കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങള്. അപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകളായി ഞെളിയാനാണ് എല്ലാവർക്കും ഇപ്പോൾ താല്പര്യം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉണ്ടായത് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ ആളുകൾ തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് വായിക്കുന്നുണ്ട്. അത് സുഖം കിട്ടി. ഇപ്പൊ ദേവാസമിതിക്കാര് ഉണ്ട്. എന്നാ നമ്മൾ അതൊന്നും ജനങ്ങളെ പഠിപ്പിക്കല്ലേ. ഏതായാലും ഇപ്പൊ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞപ്പോ സ്വതന്ത്രമായല്ലോ. മറ്റത് ഓരോ നോട്ട് ചെയ്യാൻ ആളുണ്ടാവും, ചീറ്റിക്ക് വിളിച്ചു തരാൻ ആളുണ്ടാവും. അത് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് സ്വതന്ത്രമായിട്ട് പറയാം. അല്ലാതെ നമ്മളിപ്പോ ഇനി പറഞ്ഞാല് നമ്മൾ ജിന്നൂരി എന്നുള്ള പേര് നമ്മൾ പോകില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ അത് വിട്ടേക്കുക. അത് നമ്മളിപ്പോ അങ്ങനെ പറയണ്ട. അപ്പൊ ചികിത്സിക്കലോ, പള്ളിയിലെത്തി ചികിത്സിച്ച നമ്മളെ പള്ളിയിലൊന്ന് വെച്ച് ദേവാസമിന്റെ പള്ളി കേന്ദ്രന്മാർ ഒന്നായിട്ടുണ്ടാക്കും. നമ്മളെ പള്ളിയിൽ ജിന്നിറക്കി. ജാമ്യൽ ഇന്ത്യയിൽ വെച്ചൊന്ന് ജിന്നിറക്കിയാലോ? ജാമ്യൽ ഇന്ത്യയിൽ ജിന്നിറക്കിയത് ആകെ പ്രശ്നമാവും. ഷേഖ് ജക്കറിയ തപ്പാക്കിരുന്നാங்க இப்போ చెల్లెల్ల ஷேக் ஜக்கரியா ஆதர்சத்தில் தப்புன்னு இப்போ நாங்கள் செல்லல. ಅಂಕು ಚೆಲ್ಲಿ ತಕರಾರಿಕ್ಕು ಸಂಘಟನೆ ವಿಷಯದಲ್ಲಿ ಹೆಂಗ ಸಂಘಟನೆ ಹಾಕೊಂಡು ಚೆಲ್ಲಿರ ತಕರಾರಿಕ್ಕು. ಅದಕ್ಕೋಸ್ಕರ ಅಯ್ಯಲ್ಲಿ ಬೇರೆ ವಾಲ್ ಹಾಕ್ರಲ್ಲ ಅಂತ ಅಯ್ಯಲ್ಲಿ ಆದರ್ಶದಲ್ಲಿ ತಪ್ಪಿರು ಚೆಲ್ಲಿನಾಗ இப்போ ಚೆಲ್ಲಿಲ್ಲ ಅಂಡು ಚೆಲ್ಲಿಲ್ಲ ಇಂಡು ಚೆಲ್ಲಿಟ್ಲ ಅಯ್ಯಲ್ಲಿ இப்போ ವರ್ಜಿನ ಸರತಿ ಆದರ್ಶത്തിലേ ഉണ്ട്.